സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അശ്വിൻ ഡിയാഗോ ചേരുന്നു വിവരങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ ഫെബ്രുവരി ആകുന്നതേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ ചൂട് ഉയർന്നു നിൽക്കുകയാണ്. ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പാണുള്ളത്. എത്രത്തോളം ജാഗ്രത വേണ്ടതുണ്ട്? എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? വിനിത, ഇനി അങ്ങോട്ട് ചൂടുകാലം തന്നെയാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാരണം ഇന്നും ടെമ്പറേച്ചർ ഉയരാനുള്ള സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ താപനില ഉയരുക എന്നുള്ളതാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പൊതുജനം ജാഗ്രത പാലിക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കണം. കാരണം നെൽജരീകരണത്തിനോ ഡീഹൈഡ്രേഷനുള്ള സാധ്യതകൾ കൂടുതലാണ്. സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യന്റെ ആ വെളിച്ചം അത് ദേഹത്തേക്ക് പതിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിലാളികൾ അതനുസരിച്ച് ക്രമീകരണങ്ങൾ നടത്തണം. അതുപോലെ തന്നെ സ്കൂളുകളിൽ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കാനുള്ള സൌകര്യങ്ങൾ ഒരുക്കണം. അങ്ങനെ കൃത്യമായ മുന്നറിയിപ്പുകൾ KSDMA നൽകിയിട്ടുണ്ട്. അത് പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ വരും ദിവസങ്ങളിലും ചൂട് ഉയരാൻ തന്നെയാണ് സാധ്യത. ജനുവരി 31 ഈ വരും മാസങ്ങളിൽ ഇനി മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അതുകൊണ്ട് തന്നെ ചൂട് ഇനി വരും ദിവസങ്ങളിലും ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. മാത്രമല്ല, ഈ ഫയർ ഓഡിറ്റിംഗ് കൃത്യമായി മാർക്കറ്റ് അതുപോലെ തന്നെ ഗോഡൌൺ എന്നീ സ്ഥലങ്ങളിൽ തീ പിടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ കൃത്യമായ ഫയർ ഓഡിറ്റിംഗും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. വനമേഖലയിൽ കാട്ടുതീക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വനമേഖലയിൽ കഴിയുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചൂട് തന്നെയായിരിക്കും. കൃത്യമായി വെള്ളം കുടിച്ച് ഡീഹൈഡ്രേഷൻ ആ ഒരു കാര്യത്തിൽ പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ളവർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പുകൾ പൊതുജനം ശ്രദ്ധിക്കുകയും അത് പാലിക്കുകയും വേണമെന്നും ഒരു അറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ചൂട് കൂടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. വിനിത, ശരി. അശ്വിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.